കണക്റ്റിംഗ് കമ്പ്യൂട്ടേഴ്സ് ടു ദ ഇന്റർനെറ്റ് എന്ന ടോപ്പിക്കാണ് ഇന്നത്തെ ക്ലാസ്സിൽ പഠിക്കാനായിട്ട് പോകുന്നത്. അതായത് ഒരു കമ്പ്യൂട്ടറിനെ ഇന്റർനെറ്റിലേക്ക് കണക്ട് ചെയ്യുന്നതിന് എന്തൊക്കെ ഹാർഡ്വെയർ സോഫ്റ്റ്വെയറുകൾ ആവശ്യമാണെന്നാണ് പഠിക്കാനായിട്ട് പോകുന്നത്. അപ്പൊ എന്തൊക്കെയാണെന്ന് നോക്കാം. ആദ്യമായിട്ട് വേണ്ടത് ഒരു കമ്പ്യൂട്ടർ വിത്ത് നെറ്റ്വർക്ക് ഇന്റർഫേസ് കാർഡ് ഫെസിലിറ്റി ആൻഡ് ആൻ ഓപ്പറേറ്റിംഗ് സിസ്റ്റം ദാറ്റ് സപ്പോർട്ട്സ് TCP/IP പ്രോട്ടോകോൾ. നെറ്റ്വർക്കിലേക്ക് കണക്ട് ചെയ്തിരിക്കുന്ന ഡിവൈസസ് TCP/IP പ്രോട്ടോകോൾ ആണ് യൂസ് ചെയ്യുന്നതെന്ന് പറഞ്ഞിരുന്നു. ആ TCP/IP പ്രോട്ടോകോൾ സപ്പോർട്ട് ചെയ്യുന്ന ഒരു ഓപ്പറേറ്റിംഗ് സിസ്റ്റവും അതോടൊപ്പം തന്നെ കമ്പ്യൂട്ടറിനെ ഇന്റർനെറ്റിലേക്ക് കണക്ട് ചെയ്യാനായിട്ട് സഹായിക്കുന്ന നെറ്റ്വർക്ക് ഇന്റർഫേസ് കാർഡുമാണ് ആദ്യം ആവശ്യം. ഒരു കമ്പ്യൂട്ടർ ഓപ്പറേറ്റിംഗ് സിസ്റ്റം TCP/IP പ്രോട്ടോകോൾ ഇൻസ്റ്റാൾ ചെയ്തിട്ടുള്ള ഒരു കമ്പ്യൂട്ടറും ആ കമ്പ്യൂട്ടറിനെ നെറ്റ്വർക്കിലേക്ക് കണക്ട് ചെയ്യാനായിട്ട് സഹായിക്കുന്ന നെറ്റ്വർക്ക് ഇന്റർഫേസ് കാർഡും. NIC കാർഡൊക്കെ എന്താണെന്ന് നമ്മൾ നേരത്തെ ക്ലാസ്സിൽ പഠിച്ചിരുന്നു. ആ NIC കാർഡാണ്, അത്രയാണ് ആദ്യത്തെ ആവശ്യം. അതിനുശേഷം മോഡം. അടുത്തത് മോഡം. മോഡം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മോഡുലേറ്റർ ഡിമോഡുലേറ്റർ ആണ്. അതായത് ഒരു ടെലിഫോൺ കണക്ഷൻ വഴിയാണ് ഇന്റർനെറ്റ് കണക്ഷൻ എടുക്കുന്നതെങ്കിൽ ടെലിഫോൺ കണക്ഷൻ വഴി നമുക്ക് അനലോഗ് സിഗ്നൽസ് സെൻഡ് ചെയ്യാനായിട്ട് സാധിക്കത്തുള്ളൂ. കമ്പ്യൂട്ടറിലേക്ക് നിന്ന് നമ്മൾ സെൻഡ് ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്ന ഡിജിറ്റൽ സിഗ്നൽസിനെ അനലോഗ് സിഗ്നലിലേക്ക് കൺവേർട്ട് ചെയ്യുന്നതും അതേപോലെ തന്നെ റിസീവർ സൈഡിൽ ടെലിഫോൺ കണക്ഷൻ വഴി കിട്ടുന്ന അനലോഗ് സിഗ്നലിനെ തിരിച്ച് ഡിജിറ്റൽ സിഗ്നലാക്കി മാറ്റുന്ന പ്രോസസ്സാണ് മോഡം ചെയ്യുന്നത്. ഒരു കമ്പ്യൂട്ടർ വേണം, ആ കമ്പ്യൂട്ടറിൽ നെറ്റ്വർക്ക് ഇന്റർഫേസ് കാർഡ് ഉണ്ടായിരിക്കണം, അതോടൊപ്പം തന്നെ ഇന്റർനെറ്റ് കണക്ഷൻ ടെലിഫോൺ കണക്ഷൻ വഴി അതല്ലെങ്കിൽ ഇന്റർനെറ്റിലേക്ക് കണക്ട് ചെയ്യാനായിട്ടൊരു മോഡവും ആവശ്യമായിട്ടുണ്ട്. ഇനി അടുത്തത് വേണ്ടത് ഒരു ടെലിഫോൺ കണക്ഷനാണ്. ഈ ടെലിഫോൺ കണക്ഷന്റെ സഹായത്തോടെയാണ് നമ്മൾ ഇന്റർനെറ്റ് സർവീസ് പ്രൊവൈഡർ വഴി ഇന്റർനെറ്റ് ആക്സസ് ചെയ്യുന്നത്. ഇന്റർനെറ്റ് സർവീസ് പ്രൊവൈഡർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്റർനെറ്റ് ഫെസിലിറ്റി നമുക്ക് ആരാണോ പ്രൊവൈഡ് ചെയ്യുന്നത് അതിനെയാണ് ഇന്റർനെറ്റ് സർവീസ് പ്രൊവൈഡർ എന്ന് പറയുന്നത്. എക്സാമ്പിൾ പറയുകയാണെങ്കിൽ BSNL പോലെ. അപ്പോൾ BSNL പോലെയുള്ള ഇന്റർനെറ്റ് സർവീസ് പ്രൊവൈഡറിൽ നമുക്കൊരു ഇന്റർനെറ്റ് അക്കൗണ്ട് ഉണ്ടായിരിക്കണം. അപ്പോൾ ആ ഫെസിലിറ്റി അവർ പ്രൊവൈഡ് ചെയ്യുന്ന ഫെസിലിറ്റി നമ്മൾ ടെലിഫോൺ കണക്ഷൻ വഴി നമ്മൾ ആക്സസ് ചെയ്യും. ഈ ടെലിഫോൺ കണക്ഷൻ ചെയ്ത് മോഡം വഴി നെറ്റ്വർക്ക് ഇന്റർഫേസ് കാർഡിലൂടെ കമ്പ്യൂട്ടറിലേക്ക് കണക്ട് ചെയ്യും. ഈ കമ്പ്യൂട്ടറിൽ എത്തിക്കഴിഞ്ഞു കഴിഞ്ഞാൽ അതിനാവശ്യമായിട്ടുള്ള സോഫ്റ്റ്വെയറുകൾ വേണം. അതായത് ബ്രൗസ് ചെയ്യാനായിട്ട് ബ്രൗസേഴ്സ് വേണം, പിന്നെ ഇമെയിൽ, ചാറ്റ് പോലെയുള്ള ക്ലയന്റ് ആപ്ലിക്കേഷൻസും ആവശ്യമായിട്ടുണ്ട്. അപ്പൊ ഇത്രയാണ് കമ്പ്യൂട്ടറിലേക്ക് കണക്ട് ചെയ്യാനായിട്ട് ആവശ്യമുള്ള ഹാർഡ്വെയറും സോഫ്റ്റ്വെയറും. ആദ്യം ഒരു കമ്പ്യൂട്ടറും വേണം. ആ കമ്പ്യൂട്ടറിൽ എന്തുണ്ടായിരിക്കണം? ഒരു നെറ്റ്വർക്ക് ഇന്റർഫേസ് കാർഡ് ഉണ്ടായിരിക്കണം, അതേപോലെ തന്നെ TCP/IP പ്രോട്ടോകോൾ സപ്പോർട്ട് ചെയ്യുന്ന ഒരു ഓപ്പറേറ്റിംഗ് സിസ്റ്റം ഉണ്ടായിരിക്കണം. പിന്നെ വേണ്ടത് മോഡമാണ്. മോഡം ഈ ടെലിഫോൺ കണക്ഷൻ നിന്ന് വരുന്ന സിഗ്നലിനെ കമ്പ്യൂട്ടറിലേക്ക് ഡിജിറ്റൽ സിഗ്നലാക്കി മാറ്റാനായിട്ട് സഹായിക്കുന്ന ഡിവൈസ് ആണ് മോഡം. തിരിച്ച് ഇന്റർനെറ്റ് സർവീസ് പ്രൊവൈഡർ നമുക്ക് തരുന്ന ഇന്റർനെറ്റ് കണക്ഷൻ ടെലിഫോൺ ലൈൻ വഴിയായിരിക്കും നമുക്ക് ആക്സസ് ചെയ്യാനായിട്ട് സാധിക്കുക. അതിന് വേണ്ടിയിട്ടുള്ള ഒരു ടെലിഫോൺ കണക്ഷൻ വേണം. പിന്നെ ഇന്റർനെറ്റ് സർവീസ് പ്രൊവൈഡറിലൊരു അക്കൗണ്ട് വേണം. അതായത് നമുക്ക് ആരാണോ ആ സർവീസ് പ്രൊവൈഡ് ചെയ്യുന്നത് അവരുമായിട്ടൊരു അക്കൗണ്ട്, നമുക്ക് ഇന്റർനെറ്റ് അക്കൗണ്ട് ഉണ്ടായിരിക്കണം. കമ്പ്യൂട്ടറിൽ ഈ ഇന്റർനെറ്റ് ഫെസിലിറ്റി ആക്സസ് ചെയ്യാനായിട്ട് സഹായിക്കുന്ന സോഫ്റ്റ്വെയറുകളും വേണം. അതായത് ബ്രൗസർ, പിന്നെ ഇമെയിൽ, ചാറ്റ് പോലെയുള്ള ആപ്ലിക്കേഷൻസ് ഉണ്ടായിരിക്കണം. അപ്പൊ ഇത്രയാണ് ഹാർഡ്വെയർ സോഫ്റ്റ്വെയർ റിക്വയർമെന്റ്സ് എന്ന് പറയുന്നത്. ഇപ്പോൾ കമ്പ്യൂട്ടേഴ്സ്, ലാപ്ടോപ്പ് മാത്രമല്ല അതിന് കൂടാതെയുള്ള ഡിവൈസസ് നമുക്ക് എന്ത് ചെയ്യാനായിട്ട് പറ്റും? സ്മാർട്ട് ഫോൺ, ടാബ്ലറ്റ് പോലെയുള്ള ഡിവൈസസ് ഉപയോഗിച്ച് നമുക്ക് ഇന്റർനെറ്റിലേക്ക് കണക്ട് ചെയ്യാനായിട്ട് സാധിക്കും. ഈ ഡിവൈസസിൽ ബിൽറ്റ് ഇൻ മോഡം ആയിരിക്കും. നമുക്ക് സെപ്പറേറ്റ് ആയിട്ട് കണക്ട് ചെയ്യേണ്ട മോഡം ആയിരിക്കില്ല. ബിൽറ്റ് ഇൻ മോഡത്തോടെ തന്നെയായിരിക്കും ഈ ഡിവൈസസ് വരുന്നത്. അപ്പൊ നമുക്ക് ഈ മോഡത്തിന്റെ സഹായത്തോടെ ഇന്റർനെറ്റ് ആക്സസ് ചെയ്യാനായിട്ട് സാധിക്കും. ഓക്കെ, താങ്ക് യു.